എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും? ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? ആരെവിടെയൊക്കെ മതിലിയാടുന്നത് ആർക്കറിയാം? ഈ രാജിയാണ് നിലവിലെ പ്രധാന പ്രശ്നം. അതായത് MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. അല്ല, അതിൽ പാർട്ടി ഒരു നയം സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ ഈ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ, ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ്, ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും, ഒരു മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, റിട്ടേൺ കംപ്ലൈൻ്റ് ഉള്ളതിനെക്കുറിച്ചും കൂടെ അന്വേഷിക്കണം. സിദ്ദിഖിൻ്റെ ഭാര്യ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതും സ്ത്രീത്വത്തിനെ അവമാനിക്കൽ തന്നെയാണ് അവർ സൂചിപ്പിച്ചത്. അവരുടെ കുടുംബത്തിനെ അധിക്ഷേപിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു ബുദ്ധിയും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ റിട്ടേൺ കംപ്ലൈൻറ്റ് അന്വേഷിക്കാതെയാണ് കംപ്ലൈൻറ്റ് ഇല്ലാത്ത കേസിൻ്റെ പിന്നാലെ എല്ലാവരും പോകും. ആ റിട്ടേൺ കംപ്ലൈൻറ്റിനെ കുറിച്ച് അന്വേഷിക്കണം. ആരാണ് അതിൻ്റെ പുറകിൽ? ഒരു കുടുംബത്തിനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ആരാ? അതും കൂടെ അന്വേഷിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ഓപ്പൺ സ്റ്റാൻഡാണ്. ജനങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയാണ്, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇത്തരം ചർച്ചകൾ അപകടം ചെയ്യില്ല? ഇതിങ്ങനെ നീട്ടി വിവാദം കൊണ്ടുപോകുന്നു. ഇല്ല, വിവാദങ്ങൾ നീട്ടേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി സ്റ്റാൻഡ് എടുക്കും.